ബൊട്ടീക്ക് സ്റ്റൈലിൽ നമുക്ക് കുർത്തിയൊക്കെ ഫിനിഷ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഷേപ്പ് കിട്ടാനായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ തയ്ച്ച് അതിൽ ഞാൻ കുറച്ച് ചെയ്തിരിക്കുന്ന 1-2 കാര്യങ്ങളും പിന്നെ നമുക്ക് ഈ ഷേപ്പ് കിട്ടാനായിട്ടുള്ളൊരു കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഇതിപ്പോൾ ഞാൻ അരി വർക്ക് ചെയ്തതാണ്. ഓക്കെ, ആരി വർക്ക് ചെയ്തിട്ടുള്ള ഇതാണ്. ആരി വർക്കിൻ്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടോ. അപ്പോൾ നിങ്ങളുടെ നമ്പർ ഇട്ട് ഞാൻ വിളിക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ആരി വർക്കൊക്കെ ചെയ്തതിൻ്റെ ആ ഷോൾഡർ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. കണ്ടത് നോക്കിക്കേ, അത്രയും നമ്മൾ നീറ്റായിട്ടാണ് നമ്മളത് ചെയ്തേക്കണം. എല്ലാം നമ്മൾ അതിൻ്റെ ഒരു സീം അലവൻസും പുറത്ത് കാണാതെ കണ്ടോ നോക്കിക്കേ, ഒരു ഇതും കാണുന്നില്ല. ഉള്ളിൽ ഷോൾഡറിൻ്റെ ജോയിൻറ്റിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചിടാം. നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ ചെയ്തെടുത്തിരിക്കണം. അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ ഭാഗം കണ്ടോ, അതെ സ്ലിറ്റും പിന്നെ ലൈനിങ് ഇതിന് മാച്ച് കിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഓർത്തു ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ലൈനിങ് ഇല്ലാണ്ട് നമുക്കിത് ഇടാൻ പറ്റില്ല. അരി വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു ലൈനിങ് അതിന് കൊടുക്കണം. പിന്നെ നല്ല കട്ടിയുണ്ട്, എനിക്കൊന്ന് റോ സിൽക്കാണത്. അപ്പോൾ നല്ല കട്ടിയുണ്ട് മെറ്റീരിയൽ. പിന്നെ ലൈനിങ് സെയിം കിട്ടിയില്ല, പക്ഷേ ഞാൻ എടുത്തു. പിന്നെ എടുത്തത് കുറച്ച് വേറെ കളറായി, പക്ഷെ അത് അറിയത്തില്ല അതിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ ഇനി ഞാനിതിൽ കാണിക്കാമെന്ന് നോക്കിക്കോളും. ഇതിൻ്റെ നെക്കൊക്കെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഒരേപോലെ തന്നെ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിരിക്കണം. ഒരുമിച്ച് തന്നെ ചെയ്തെടുത്തിരിക്കണമാണ് കേട്ടോ. നമ്മൾ ബൊട്ടീക്കിലൊക്കെ ചെയ്യുമ്പോൾ അത്രയും ഉള്ളിൽ ഫിനിഷ്. ഞാനിതിൽ ഓവർലോക്ക് ചെയ്തിട്ടില്ല കേട്ടോ. അത് കണ്ടോ, ഷോൾഡർ കണ്ടോ നോക്കിക്കേ, നല്ല വശവും ചീത്ത വശം ഏത് വശത്താണെങ്കിൽ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് കാണുന്നില്ല. അതുപോലെ തന്നെ നെക്കിൻ്റെ ഒന്നും തയ്യൽ തുമ്പ് കാണില്ല. കംപ്ലീറ്റ് ആയിട്ട് ഇൻവിസിബിളായിട്ട് ഉള്ളിലോട്ടാണ്. പിന്നെ ഇനിയും നമുക്ക് കൂടുതൽ ഷേപ്പ് കിട്ടുക. അപ്പോൾ അത് ഷേപ്പ് ഇല്ല കുർത്തിക്ക്, കാണുന്നുണ്ടോ? അപ്പോൾ നമുക്കിത് ഷേപ്പ് ആക്കണം. ഷേപ്പ് ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡ് നമുക്ക് ടക്കിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചിലർ പറയും ഷേപ്പില്ലെന്ന് പറയും. അപ്പോൾ എന്താണെന്ന് പറയുക, വയറത്തിരി കൂടുതലുണ്ടെന്ന് വിചാരിക്കാം. പുറകുവശത്തും നമ്മൾ ഇങ്ങനെ ചുരുക്കം വരും. വയറൊട്ടുമില്ലാത്തവർക്ക് നമുക്ക് അധികം ടക്കിൻ്റെ ഒന്നും അധികം ആവശ്യം വരില്ല. പക്ഷേ വയറത്തിരി ഉള്ളവർക്ക് പുറകുവശത്തൊരു ടക്കിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് നമ്മുടെ കുർത്തിയുടെ പുറകുവശം എടുത്ത് ഉള്ളു തിരിച്ച് വെച്ച ശേഷം നടുക്കൊരു ലൈൻ ഇട്ട് കൊടുത്തിട്ട് അതിനുശേഷം ഷോൾഡറിൽ നിന്നും നമ്മളൊരു 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. 9 ഇഞ്ച് ഷോൾഡറിൽ നിന്നും 9 അല്ലെങ്കിൽ 10 ഇഞ്ച്, 9 ആണെങ്കിൽ എടുക്കാം, 10 ആണെങ്കിൽ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം നല്ലൊരു ഫിനിഷിങ് കിട്ടും. ഇനി നമുക്ക് ആ ഒരു 9 ഇഞ്ച് അല്ലെങ്കിൽ 10 ഇഞ്ചിൽ നിന്നും താഴോട്ടേക്ക് നമുക്കൊരു എത്ര ഇഞ്ച് മാർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞത് കണ്ടോ, ഒരു 9 ഇഞ്ച് താഴോട്ടേക്ക്, ഒരു 8 ഇഞ്ച് താഴോട്ട് മാറി 8-9 എടുക്കുക. നമുക്ക് ആ ലൂസ് അനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. അതിൽ ചിലവർ 7 ഇഞ്ച് ലെങ്ത് തന്നെ ആയിരിക്കും എടുക്കുക. ഞാനിപ്പോൾ 8 ഇഞ്ച് ലെങ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടണമെങ്കിൽ, പുറകെ നല്ല ഷേപ്പിലും നമുക്ക് അതുപോലത്തെ മുൻവശത്തും ആ ഷേപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ 8-9 ഇഞ്ച് ലെങ്ത് എടുക്കാം. അതിന് ശേഷം നമുക്ക് അതിൻ്റെ പകുതി, അതായത് അതിൻ്റെ ഒരു മിഡ് പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് തയ്യൽ തുമ്പ്, ഈ ഒരു തയ്യൽ തുമ്പോട്ട് ഈ നടുക്കുന്ന തയ്യൽ തുമ്പ് വരെ കണ്ടോ, അതിൻ്റെ ഉള്ളിലുള്ള മിഡ് പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, തയ്യൽ തുമ്പ് ഇടതുവശത്തെ തയ്യൽ തുമ്പ് നടുക്കത്തെ ലൈനിൻ്റെയും മിഡിൽ പോയിന്റ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ടക്ക് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഇതിൽ 1/2 ഇഞ്ച് അപ്പുറം ഇപ്പുറം കൊടുക്കുന്നത്. എല്ലാവരും അങ്ങനെ ചെയ്യരുത്. നമുക്ക് ലൂസ് നോക്കിയിട്ട് ഒരു കസ്റ്റമർ ഇട്ട് നോക്കിയ ശേഷം ഒക്കെയാണ് നമുക്കത് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് കണ്ടോ, ഞാനിപ്പോൾ 1/2 ഇഞ്ച് അപ്പുറം കണ്ടോ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു, അതായത് ഇത്തിരി കൂടി ഒരു ലൂസ്, ചെറിയൊരു ലൂസാണെങ്കിൽ നമുക്കൊരു 4 ഇഞ്ച് അപ്പുറം കൊടുത്താൽ മതി കണ്ടോ. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ആക്കിയെടുക്കും. അപ്പോൾ നല്ല ഷേപ്പ് കിട്ടും നമുക്ക് കേട്ടോ. ഈ ഒരു കുർത്തി ഇങ്ങനെ ചെയ്യുമ്പോൾ പുറകുവശത്ത് ഇത്തിരി വയറുള്ളവർക്കൊക്കെ നമുക്ക് ഷേപ്പൊക്കെ കിട്ടാനായിട്ട് ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ അത് നല്ല രീതിക്ക് ഇരിക്കും കേട്ടോ. അപ്പോൾ ദേ ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്, മനസ്സിലായില്ല. മേളിൽ നിന്നും നമ്മളെടുത്തിരിക്കുന്നത് ഒരു 9 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ 9 ഇഞ്ച് താഴോട്ടേക്ക് 8 ഇഞ്ച് എടുത്തു. 8-ൽ നിന്നും അതിൻ്റെ ഒരു മിഡ് പോയിന്റ് എടുത്തിട്ട് 1/2 ഇഞ്ച് അപ്പുറം എടുത്തിട്ട് ഇതിങ്ങനെ വരച്ചെടുക്കുക. അതാണ് നമ്മളിപ്പോൾ ചെയ്ത് നമുക്ക് ടക്ക് ഇടണം, എന്നാലും നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടുള്ളൂ. എല്ലാവർക്കും ടക്ക് ഇടേണ്ട ആവശ്യമില്ല, നമ്മുടെ ബോഡിയുടെ ഷേപ്പിനനുസരിച്ചിട്ടാണ് ആവശ്യം വരിക. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്ക്കാൻ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആ നടുക്കത്തെ ലൈനില്ലേ, ആ നടുക്കത്തെ ലൈനിൽ നമ്മളിങ്ങനെ മടക്കി പിടിക്കുക. ഇൻക്ലൂഡിങ് ലൈനിങ്ങും നമ്മുടെ ടോപ്പും കൂടി വരണം കേട്ടോ. ലൈനിങ്ങിൽ മാത്രമല്ല ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് ഇത് കണ്ടോ, ആ ഷേപ്പിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറം നമുക്ക് 1 ഇഞ്ച് പോകുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഒരു ലൂസ് ഉണ്ട് അവിടെ.
അപ്പോൾ അതൊന്ന് തയ്യൽ തുമ്പായി എടുത്തൊരു ലൂസ് അവിടെ ഉണ്ട്, കുറച്ച് ഒരു തയ്യൽ തുമ്പ് കൂടാതെ ഒരു ലൂസ് അവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നുകൂടി ഒന്ന് ഫിറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ടക്ക് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ടക്ക് ഇടുമ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗിയുണ്ടാവും. പിന്നെ നമുക്ക് നല്ലവണ്ണം വണ്ണമൊക്കെ വരുന്ന സമയത്ത് ടക്കൊന്ന് അഴിച്ചാൽ മതി, അപ്പോഴും നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അതെ കണ്ടോ. അപ്പോൾ നോക്കിക്കോളൂ, നേരത്തെ കണ്ട ഷേപ്പില്ലാത്ത അതിൽ നിന്നും ഷേപ്പ് വരുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം. ഞാൻ അയൺ ചെയ്തിട്ടില്ല, നമ്മൾ ഇപ്പോൾ ചെയ്ത് കസ്റ്റമർക്ക് കൊടുക്കുന്ന സമയത്ത് അയൺ ചെയ്ത് കൊടുക്കാണ്ട്. ഇത് കണ്ടോ ഇങ്ങനെ നമുക്ക് നിൽക്കും, ഇടുമ്പോഴേ അറിയുള്ളൂ കേട്ടോ. നമ്മൾ നല്ല അത്യാവശ്യം ഹിപ്പൊക്കെ ഉണ്ട്, അങ്ങനെ ഉള്ളവരൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും ആ കുർത്തിയുടെ ഇതറിയാം. അത് കണ്ടോ അതുകൊണ്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ അയൺ ചെയ്തിട്ടില്ല, പക്ഷേ നമുക്ക് ആ ഒരു ഷേപ്പ്, കുർത്തിയുടെ ആ ഷേപ്പ് വേണ്ട, നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നല്ല രീതിക്ക് ആ ഒരു ഷേപ്പ് നമുക്ക് ഇപ്പുറത്തും ഉണ്ട്, ഇപ്പുറത്തും നമുക്ക് ഇതുപോലെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ.